അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ മറുപടി പറയേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ വ്യവസ്ഥയുടെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ അനാസ്ഥയുടെ, വീഴ്ചയുടെ ഒരു ദുരന്തമാണ് കണ്ടത്. ആ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും ചോദ്യങ്ങൾക്ക്, ഈ നിസ്വനായ മനുഷ്യൻ്റെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ടത് നമ്മുടെ ഭരണ സംവിധാനം തന്നെയാണ്. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതൊക്കെ നേട്ടങ്ങൾ വിവരിച്ചാലും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. 12-15 സംസ്കാര ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ഹൃദയഭേദകമാണ് ഇവിടെ നിന്ന് വന്ന കാഴ്ചകൾ. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന വ്യക്തിയായിരുന്നു ബിന്ദു. ആ ബിന്ദുവിനാണ് ഇങ്ങനെ ദാരുണമായ ഒരു അപകടത്തിന് ഇരയാകേണ്ടി വന്നത്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടി ഉമ്മനും അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ നേതൃനിരയാകെ ആ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ആ മനുഷ്യർക്ക് അവിടെ ആശ്വാസം പകരുന്നുണ്ട്. പക്ഷേ മന്ത്രിമാരോ മുതിർന്ന ഭരണപക്ഷ നേതാക്കളോ ആരും അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും സങ്കടകരമാണ്. അവർക്ക് അർഹമായ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളത് സങ്കടകരമാണ്. അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്. ആ ഉത്തരങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹവും തേടുന്നുണ്ട്. നമ്പർ 1 എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ആതുര സേവന രംഗത്തെ വിശ്വസിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയ ഒരു വ്യക്തിക്ക് ഇത്രയും ദാരുണമായ ഒരു അപകടം ഉണ്ടായി എങ്കിൽ അതിന് ഉത്തരം പറയേണ്ടതുണ്ട്, സമാധാനം പറയേണ്ടതുണ്ട്. അത് ജനങ്ങൾക്കറിയേണ്ടതുണ്ട്. ജനങ്ങൾക്ക് വലിയ രോഷമുണ്ട്. ഓരോ രാഷ്ട്രീയ സംഘടനകളുടെ ബാനറിൽ ജനങ്ങൾ സംസ്ഥാനത്തെമ്പാടും പ്രതിഷേധിക്കുന്നും ഉണ്ട്. ആ പ്രതിഷേധങ്ങളുടെ എല്ലാം മുന ചെന്നു നിൽക്കുന്നത് സർക്കാരിന് മുമ്പിലുമാണ്. ഇങ്ങനെ പോയാൽ മതിയോ നമ്മുടെ ആതുരാലയങ്ങൾ എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അനാസ്ഥ ഉണ്ടായെങ്കിൽ അതിന് ഉത്തരവാദികളായ ആളുകൾക്ക് ശിക്ഷ ഉണ്ടാകണമെന്ന വികാരം അതിനകത്തുണ്ട്.